അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. അടുക്ക് പത്തിരി എന്ന് അതിശയ പത്തിരി, അതുപോലെ ചട്ടിപ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇറച്ചിയൊന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ റോസ്റ്റാക്കി കോരി മാറ്റണമൊന്നുമില്ല, അതിലേക്ക് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ റവയാണ് കേട്ടോ, വറുക്കാത്ത റവയാണ്. ഈ റവ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരുപാട് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഒരുപാട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ, തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഏലക്കാപ്പൊടി ചേർക്കണില്ല. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്താൽ മതി. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. തീ ഓണാക്കിയിട്ട് പഞ്ചസാര ചേർക്കരുത്. പഞ്ചസാര തീ ഓണാക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ക്യാരമലായി പോവും. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 1 കപ്പിൽ ചെയ്യുന്ന സമയത്ത് ഒരു മുട്ടയുടെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്റർ ആ ഒരു പാകത്തിനാക്കിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാണ്ട് നമുക്കൊന്ന് കലക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി കേട്ടോ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇളക്കി മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടയായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്റർ കലക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി പോരുത്. ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓരോ കോരി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല കനം കുറഞ്ഞിട്ടുള്ള ഓരോ പാൻ കേക്ക് പോലെ തന്നെ നമുക്കിതിലേക്കുള്ള ഓരോ പത്തിരിയും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോന്ന് ചുട്ടെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തിയൊക്കെ പോലെ കുഴച്ചിട്ട് പരത്തിയെടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ അതുപോലെയും ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് തവയിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ദോശ ചുറ്റിച്ചെടുക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഇനി വേറൊരു ബൗളിൽ ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറുന്നതിനുള്ള ഏലക്കാപ്പൊടി ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏലക്കൻ്റെ പൊടി കുറച്ച് മതി എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3/4 ഗ്ലാസോളം പാലാണ് ചേർക്കുന്നത്. സാധാരണ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങാപ്പാലല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഓരോ പാൻ കേക്കും നമ്മൾ ഇതിലാണ് മുക്കിയെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള അത്രയും ലൂസാക്കിയിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചെയ്യണമെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടുക. ഇനി ഒരു പാനിൽ ബട്ടറോ നെയ്യോ നിങ്ങളൊന്ന് തടവി കൊടുക്കുക. പാനിലോ കുക്കറിലോ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ഓരോ പത്തിരിയും നമുക്ക് ആ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ റവയുടെ ആ ഒരു ഫില്ലിങ് ഓരോന്നിൻ്റെ മുകളിലായിട്ടും ഒന്ന് നിരത്തി കൊടുക്കുക. വീണ്ടും നമ്മൾ ഓരോ പത്തിരിയായിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ലെയറുകളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ലെയറുകൾ കുറക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് സോസ് പാനിലോ കുക്കറിലോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ പാനിലും മാത്രം ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്ത് വെക്കാം. കുക്കറിലാവുമ്പോൾ കുറച്ചും കൂടി നല്ല ഹൈറ്റിൽ നമുക്ക് വെച്ച് കൊടുക്കുക. കുറേ ലെയറുകളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. പാനിലാവുമ്പോൾ നമുക്ക് അത്രയും കൂടുതൽ വെക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ഫില്ലിങ് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഒരു പത്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ഫില്ലിംഗ് ഒന്ന് വെച്ചതിന് ശേഷം മുട്ടയുടെ മിക്സൊന്ന് നമ്മൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുന്ന സമയത്തൊക്കെ സെപ്പറേറ്റ് ആയി പോകും പത്തിരികൾ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് സ്റ്റൗ കത്തിച്ചിട്ട് വെക്കരുത്. ഒരു തവയോ ഒരു പാനോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു പാന് വെക്കേണ്ടത്. ഡയറക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് ആയാൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടാവും. ഒരു സൈഡൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് തവ ഇങ്ങനെ അതുപോലെ വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി മറ്റേ ഭാഗം കൂടെ റെഡിയാകാൻ വേണ്ടി കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണ് കേട്ടോ അത്. നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്തേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് പഴം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ഫില്ലിങ് കുറച്ചും കൂടെ ഒന്ന് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പഴം കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ മുട്ടയുടെ മിക്സിൽ ഓരോന്നായിട്ട് മുക്കിയെടുക്കുക. ഫില്ലിങ് നിറച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ സെയിം ആ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. അതിപ്പോൾ നിങ്ങൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അല്ല കുറഞ്ഞൊരു 4-5 പത്തിരിയൊക്കെ ഒന്നിച്ച് വെച്ചിട്ടാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ബാക്കിയുള്ള മുട്ട മിക്സും കൂടെ നമ്മളിതിന് മുകളിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. ഒരു ഭാഗം റെഡിയാകുമ്പോൾ തിരിച്ചിട്ടിട്ട് നമുക്ക് 2 ഭാഗം റെഡിയാകുന്ന സമയത്ത് പാനൊന്ന് മാറ്റാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലെയറുകളായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.